Hello everyone. So today we'll be discussing about Michaelis-Menten equation and we'll also be talking about double reciprocal plot as well. So let's start. So what is Michaelis-Menten equation? So it is basically a quantitative expression of the relationship between substrate concentration and enzymatic reaction rate, which was put forward by Leona Michaelis and Maud L. Menten. So it's basically a quantitative expression of the relationship between substrate concentration and enzymatic reaction rate. This was put forward by two scientists whose names are Leona Michaelis and Maud L. Menten. ഓക്കെ, അപ്പം നമുക്കിതിൽ ബാക്കി പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം. അത് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്, പിന്നെ അതിൽ നിന്ന് നമുക്ക് വേണേൽ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഡെറിവേഷന് വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻ നമ്മൾ ആദ്യം എടുക്കും. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എൻസൈം കാരണം ഉണ്ടാകുന്ന റിയാക്ഷൻ, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്ന റിയാക്ഷൻ. സോ ദാറ്റ് ഗോസ് ലൈക്ക് ദിസ്: ഇ പ്ലസ് എസ് റിവേഴ്സിബിൾ ആരോ gives ES complex gives E plus K, അതായത് പ്രോഡക്റ്റ്, എൻസൈം പ്ലസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ എന്നിട്ട് നമുക്ക് റേറ്റ് കോൺസ്റ്റൻസ് എഴുതാം. ഇവിടെ K1, താഴെ K-1, കാരണം റിവേഴ്സ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട്. ഇവിടെ K2. അപ്പോൾ ഇതിനെ നമ്മൾ റിയാക്ഷൻ എ എന്നും പറഞ്ഞ് മാർക്ക് ചെയ്യാം. അടുത്ത റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ റിയാക്ഷനായിട്ട് അടുത്തത് എഴുതുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ which is V0 is determined by the breakdown of ES to give product. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: V0 is equal to K2, അതായത് റേറ്റ് കോൺസ്റ്റൻറ്റ്, മൾട്ടിപ്ലൈഡ് ബൈ ES, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷൻ. ഇതിനെ നമുക്ക് റിയാക്ഷൻ ബി എന്ന് ലേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റിയാക്ഷൻ ഉണ്ട്. ഇനി ഫർദർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ES ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എത്ര എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പാരാമീറ്റർ കൂടെ ആഡ് ചെയ്യും, വിച്ച് ഈസ് ET. ET എന്തുവാ? ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ. അപ്പോൾ ET എന്ന് പറയുന്നത് ബേസിക്കലി എൻസൈം കോൺസെൻട്രേഷൻ പ്ലസ് എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അല്ലേ? അതായത് ടോട്ടൽ എത്ര, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സും എൻസൈമും ഫ്രീ എൻസൈമും എത്ര ഉണ്ടെന്നുള്ളതിൻ്റെ അല്ലേ ഈ ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫ്രീ എൻസൈം കോൺസെൻട്രേഷൻ എത്രയാവും? ET മൈനസ് ET മൈനസ് ES. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ E പ്ലസ് എസ് റിവേഴ്സിബിൾ ആരോ gives ES gives E പ്ലസ് P. ഇത് വെച്ച് നമുക്ക്
റേറ്റ് ഓഫ് ES ഫോർമേഷൻ എഴുതാം. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ്റെ റേറ്റ് നമുക്ക് എഴുതാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ K1 മൾട്ടിപ്ലൈഡ് ബൈ ET മൈനസ് ES ഇൻറ്റു S ഇങ്ങനെ വരും. ഓക്കെ, ബേസിക്കലി നേരത്തെ റേറ്റ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അത് അല്ലെങ്കിൽ എൻസൈം കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈഡ് ബൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അങ്ങനെ വേറൊരു പാരാമീറ്റർ കൂടെ നമ്മൾ എഴുതുന്നു, റേറ്റ് ഓഫ് ES ബ്രേക്ക് ഡൗൺ. ES ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന്, അത് എൻസൈം സബ്സ്ട്രേറ്റിലേക്ക് തന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ എൻസൈം പ്രോഡക്റ്റിലേക്കും പോവാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് K-1 ഇൻറ്റു ES പ്ലസ് K2 ഇൻറ്റു ES എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സിസ്റ്റം, അതായത് നമ്മുടെ ഈ എൻസൈം ആക്ടിവിറ്റി നടക്കുന്ന സിസ്റ്റം ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ബൈ സ്റ്റഡി സ്റ്റേറ്റ് അസംഷൻ rate of ES formation is equal to rate of ES breakdown. ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് മേലുള്ള റിയാക്ഷൻ ഒന്നുകൂടി എടുത്തെഴുതാം, which is K1 multiplied by ET minus ES multiplied by S, which is equal to K-1 into ES plus K2 into ES. ഇതിന് നമുക്ക് ESന് സോൾവ് ചെയ്യാം. ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും K1 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഈ K-1 പ്ലസ് K2 ബൈ K1 എന്ന് പറയുന്നത് നമുക്ക് Km ആയിട്ട് എടുക്കാം, which is Michaelis-Menten constant. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ES is equal to ET into S by S plus Km എന്ന് കിട്ടും. Substituting ES from reaction B റിയാക്ഷൻ ബിയിൽ V0 is equal to K2, റിയാക്ഷൻ ബിയിൽ V0 is equal to K2 into ES എന്നായിരുന്നു. അപ്പം ES എന്ന് പറയുമ്പോൾ V0 is equal to K2 into ET multiplied by S by S plus Km എന്ന് കിട്ടും. ഇത് കഴിഞ്ഞൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമുക്കൊരു റിയാക്ഷൻ്റെ മാക്സിമം വെലോസിറ്റി എപ്പോഴാണ് അച്ചീവ് ചെയ്യുക എന്ന് പറയുക. യൂഷ്വലി മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പം ഇസ് വെൻ എല്ലാ എൻസൈംസും എംപ്ലോയിഡ് ആയിരിക്കുമ്പോൾ, അതായത് എല്ലാ എൻസൈംസിലേക്കും സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ എൻസൈം മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയാം. അപ്പോൾ Vmax എന്ന് പറയുന്നത് is K2 into ET.
Therefore, equation is V0 is equal to Vmax into S by Km plus S എന്ന് വരും. ഇതാണ് മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് എൻസൈമാറ്റിക് റിയാക്ഷൻ റേറ്റ്. ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ലിയോണാർഡ് മൈക്കേലിസ് ആൻഡ് മൗഡ് എൽ മെന്റൻ. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് റിയാക്ഷൻ എന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ E plus S reversible arrow gives enzyme substrate complex അല്ലെങ്കിൽ ES which gives enzyme product which gives enzyme and product. അപ്പോൾ അതിൽ ഓരോ റേറ്റ് കോൺസ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ V0 ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ES. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ ബ്രേക്ക് ഡൗൺ വെച്ചിട്ടാണ് നമ്മളൊരു റിയാക്ഷൻ്റെ വെലോസിറ്റി പറയുന്നത്. അപ്പം അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ V0 ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു ES. അത് റിയാക്ഷൻ ബി എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നമുക്ക് ഡയറക്റ്റ്ലി, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു പാരാമീറ്റർ കൂടെ നമ്മൾ എടുക്കും വിച്ച് ഈസ് ET, അതായത് ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ. ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീ എൻസൈം കോൺസെൻട്രേഷൻ പ്ലസ് എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ഫ്രീ എൻസൈം കോൺസെൻട്രേഷൻ ET മൈനസ് CS എന്ന് കിട്ടും. ഇനി ഫ്രം റിയാക്ഷൻ എ നമുക്ക് റേറ്റ് ഓഫ് ES ഫോർമേഷനും റേറ്റ് ഓഫ് ES ബ്രേക്ക് ഡൗണും കണ്ടുപിടിക്കാം. വിച്ച് ഈസ് റേറ്റ് ഓഫ് ES ഫോർമേഷൻ എന്ന് പറയുമ്പോൾ K1 ഇൻറ്റു ET മൈനസ് ES ഇൻറ്റു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ES ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ K-1 ഇൻറ്റു ES പ്ലസ് K2 ഇൻറ്റു ES. പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് അസംഷൻ, അതായത് ഈ എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കുന്നത് ഒരു വേറെ വേരിയേഷൻ ഒന്നും വരാത്തൊരു സിസ്റ്റത്തിലാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം റേറ്റ് ഓഫ് ES ഫോർമേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ES ബ്രേക്ക് ഡൗൺ. അത് രണ്ടും ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ESന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ES is equal to ET into S by S plus K-1 plus K2 by K1 എന്ന് കിട്ടും. K-1 plus K2 by K1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, വിച്ച് ഇസ് Km. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ES is equal to ET into S by S plus Km. ES നമുക്ക് റിയാക്ഷൻ ബിയിൽ നിന്നുള്ള വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് V0 is equal to K2 into ET into S by S plus Km എന്ന് കിട്ടും. ലാസ്റ്റ് ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. ഒരു എൻസൈമിൻ്റെ മാക്സിമം വെലോസിറ്റി എപ്പോഴാണ് അറ്റൈൻ ചെയ്യുന്നത് ഇസ് വെൻ ഓൾ ദി എൻസൈംസ് ആർ എംപ്ലോയിഡ്. അതായത് എല്ലാ എൻസൈമിലും സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് അത് വെലോസിറ്റി, അതായത് Vmax എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പം Vmaxൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ Vmax ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു ET എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ കിട്ടും, വിച്ച് ഇസ് V0 ഇസ് ഈക്വൽ ടു Vmax ഇൻറ്റു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ബൈ Km പ്ലസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ. ഇനി ഇതിൽ കുറച്ച് കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് രണ്ട് കണ്ടീഷനൂടെ പറയാം. എന്ന് പറയുമ്പം അറ്റ് വെരി ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ എടുത്തെഴുതുമ്പോൾ നമുക്ക് V0 is equal to Vmax into S by Km plus S. ഇതാണല്ലോ മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്ലസ് S എന്നുള്ളത് നമുക്ക് മാറ്റാം. കാരണം വെരി ലോ എന്ന് പറയുമ്പം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നെഗ്ലിജിബിൾ അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ റിയാക്ഷൻ കിട്ടും. V0 is equal to Vmax by Km into substrate concentration. This means that V0 is directly proportional to substrate concentration. Substrate concentration കൂടുമ്പം വെലോസിറ്റി കൂടും. വേറൊരു കണ്ടീഷൻ കൂടെ at very high substrate concentration. വെരി ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് V0 is equal to Vmax into S by Km plus S എന്നാണല്ലോ മൈക്കേലിസ്-മെന്റൻ ഇക്വേഷൻ. നമുക്ക് ഈ Km പ്ലസ് എന്നുള്ളത് കളയാം. കാരണം
വെരി ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആകുമ്പോൾ ഈ പ്ലസ് കെ എം എന്ന് പറയുന്നത് കെ എമ്മിൻ്റെ വാല്യൂ അവിടെ നെഗ്ലിജിബിൾ ആവും. അങ്ങനെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് V0 is equal to Vmax എന്ന് വരും. This states that V0 is independent of substrate concentration. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കേലിസ്-മെന്റൻ ഇക്വേഷൻ ഡെറിവേഷൻ കംപ്ലീറ്റ് ആണ്. ഇനിയുള്ളത് LB പ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട്, ലൈൻ വീവർ ബർക്ക് പ്ലോട്ട്. ഇത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈസ് വെൻ നമുക്ക് ഈ ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനൊക്കെ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ Vmax അറ്റൈൻ ചെയ്യണമെങ്കിൽ, അതായത് ഒരു എൻസൈമിൻ്റെ റിയാക്ഷൻ റേറ്റ് Vmax അറ്റൈൻ ചെയ്യണമെങ്കിൽ അത്രയും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടണം. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ പോസിബിൾ ആണെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ഓഫ് Vmaxോ അല്ലെങ്കിൽ KM ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ ഡേറ്റ റെസിപ്രോക്കൽസ് ആയിട്ട് എടുക്കുക. അപ്പോൾ റെസിപ്രോക്കലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് മക്കേലിസ്-മെന്റൻ ഇക്വേഷൻ എഴുതാം. V0 is equal to Vmax into substrate concentration by Km plus S. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് 1 by V0 is equal to S by Vmax into S plus Km by Vmax into S. S വശം കട്ടായപ്പം 1 by V0 is equal to 1 by Vmax plus Km plus Vmax into S. ഇതാണ് LB ഇക്വേഷൻ. പിന്നെ ഇതിൻ്റെ ഇത് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം. Y ആക്സിസിൽ 1 by V, X ആക്സിസിൽ 1 by S, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ റെസിപ്രോക്കൽ, മേളിൽ Y ആക്സിസിൽ വെലോസിറ്റിയുടെ റെസിപ്രോക്കൽ. ഇതിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് Y ഇന്റർസെപ്റ്റ്, ഈ Y ഇന്റർസെപ്റ്റ് 1 by Vmax ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് X ഇന്റർസെപ്റ്റ് -1 by Km ആണ്. അപ്പം ഇതാണ് LB പ്ലോട്ട്. ഇത് വെച്ച് നമുക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈമാറ്റിക് റിയാക്ഷൻ അത് എഴുതാം. അതിന് നോർമൽ ഗ്രാഫ് ആയാലും മതി, ഇറ്റ് വർക്ക്സ്. പിന്നെ മക്കേലിസ്-മെന്റൻ ഇക്വേഷൻ വെച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ അതും നോക്കിയേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. I'll be more than happy to help. Yeah, so that's it for this video. Thank you. Have a good day.